ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചുവെന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ പരിഗണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനായി വാദിച്ചിരുന്നു. ഇടയ്ക്കിടെയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നായിരുന്നു മോദി പറഞ്ഞത്. 1980കളിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ജസ്റ്റിസ് ബി.പി. ജീവൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള നിയമ കമ്മീഷൻ 1999ലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2014 അധികാരത്തിൽ വന്നതു മുതൽ NDA ഗവൺമെന്റിന്റെ പ്രധാന വാഗ്ദാനമാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത്. ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും നഗര ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. BJPയുടെ സഖ്യകക്ഷികളായ JDUവും LJPയും നേരത്തെ ഈ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ 100ാം ദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ രാംനാഥ് കോവിന്ദ് സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സമിതി നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് പരിശോധിക്കാൻ ഒരു ഇംപ്ലിമെന്റേഷൻ ഗ്രൂപ്പ് രൂപീകരിക്കാനും പാനൽ നിർദ്ദേശിച്ചിരുന്നു. ഒരേ സമയം നടക്കുന്ന വോട്ടെടുപ്പുകൾ വിഭവങ്ങൾ സംരക്ഷിക്കാനും വികസനവും സാമൂഹിക യോജിപ്പും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്ന് പാനൽ പറഞ്ഞു. നിലവിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമാണ് വഹിക്കുന്നത്. കോവിന്ദിന്റെ പാനൽ 18 ഭരണഘടനാ ഭേദഗതികളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അവയിൽ മിക്കതും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ലാത്തതാണ്. എങ്കിലും ഏക വോട്ടർ പട്ടികയും ഒറ്റ വോട്ടർ ID കാർഡും സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾക്ക് കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. 2029 മുതൽ ലോക്സഭ, സംസ്ഥാന അസംബ്ലികൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയിലേക്ക് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനും തൂക്കുസഭ പോലുള്ള കേസുകളിൽ ഏകീകൃത ഭരണത്തിനുള്ള വ്യവസ്ഥയും നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ വെല്ലുവിളികൾ ഏറെയാണ്. കൂടാതെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട് താനും. പ്രാദേശിക ഭരണ സംവിധാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് എങ്ങനെ ദേശീയ രാഷ്ട്രീയവുമായി ഒത്തുപോകുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കൂടാതെ ഇന്ത്യ എക്കാലവും വിശ്വസിച്ചു പോരുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ നാനാത്വത്തിൽ ഏകത്വം പുതിയ തീരുമാനത്തോടെ ഹനിക്കപ്പെടുമെന്ന ആശങ്കയും പലരും പങ്കുവെക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമുള്ള ഇന്ത്യക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്.